ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ നാളായി എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം കയറിയിട്ട്. അത് ഞാൻ നാളെ ഒരു 2 മാസം മുമ്പ് ഒരു ഹോസ്പിറ്റലല്ല, ഒരു ഓഫീസിൽ പോയതാണ്. ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കെന്തോ അന്നൊരു ഫങ്ഷൻ ആ ഓഫീസ് ഏതോ ഒരു ഓഫീസർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെയും കുമ്പളങ്ങായ പേട എടുത്തു എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ മുമ്പിലും കൈ നീട്ടി പേട കഴിക്കും. ഞാൻ പിന്നെ ചെറിയൊരു പീസ് എടുത്തു. മധുരത്തിൽ കുതിർന്നതല്ലേ, അത് കഴിച്ചപ്പോൾ മുതൽ എനിക്കും ഒരാഗ്രഹം അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ എനിക്ക് സൗകര്യം അങ്ങ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ മടിച്ചത്. ഇന്നെനിക്ക് അങ്ങനെ ഒരു സമയവും സൗകര്യവും കിട്ടുക. കുറച്ച് സമയം നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇത് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുമ്പളങ്ങ എടുത്തു. അത് ഞാൻ എടുത്ത് മുറിച്ചിട്ട്, നല്ല മൂത്ത കുമ്പളങ്ങ വേണം, നല്ലോണം മൂത്തത് വേണം. അപ്പോൾ ആ കുമ്പളങ്ങയാണിത്. ഞാനിത് എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്കി എടുത്ത് ഞാൻ നാൾ കറി വെച്ചു. ബാക്കി ഒരു പീസ് ഇരുന്നതാണ്. അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ വലിപ്പത്തിലുണ്ടാക്കാം, നന്നാവുമെന്ന് അറിഞ്ഞിട്ടേ. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ കുമ്പളങ്ങ ഞാനിങ്ങനെ എടുത്തു. ഇനി ഞാനിതൊന്ന് മുറിക്കട്ടെ. ഇങ്ങനെ വട്ടം വേണം ഇത് മുറിച്ചെടുക്കാൻ, ഇങ്ങനെ. ഇനി ഇതിനകത്തെ ചോറും ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളയട്ടെ. ഈ കുമ്പളങ്ങ എടുത്ത് ഇങ്ങനെ ഇതുപോലെ അകവും നന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ്, മാംസളമായ ഭാഗങ്ങൾ മയമുള്ള ഞെങ്ങുന്ന അതെല്ലാം അങ്ങ് കളഞ്ഞു. പുറത്തും നല്ല വൃത്തിക്ക് ചെത്തിയെടുത്ത പച്ചക്കളറൊക്കെ അതുപോലെ പോയി. ഇനി ഇതിനെ ഞാൻ ഒരു വലുപ്പത്തിൽ ഒരു കഷ്ണം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മുറിച്ചെടുക്കട്ടെ. ഈ കനത്തിലാണ് ഞാനതിനെ നുറുക്കിയെടുക്കുന്നത്. ഈ കനത്തിൽ. ഓക്കെ. അതിൽ ഞാൻ ഒരു 1/2 സ്പൂണ് ചുണ്ണാമ്പ്, നമ്മുടെ വെറ്റിലയൊക്കെ കുമ്മിട്ട് മുറുക്കുന്ന ചുണ്ണാമ്പില്ലേ, ആ ചുണ്ണാമ്പ് ഇത് മുങ്ങാനുള്ള വെള്ളത്തിനകത്ത് കലക്കി അരിഞ്ഞിട്ടെടുക്കുക. എന്നിട്ടിതൊരു 6 മണിക്കൂർ ആ വെള്ളത്തിൽ കണ്ടോ, ഒരു 6 മണിക്കൂറെങ്കിലും ആ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കണം. അത് അപ്പോൾ അങ്ങനെ കിടക്കട്ടെ. ഇനി അടുത്ത ഭാഗം ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ അത് മുങ്ങിക്കിടക്കണമെന്നില്ല, അതിനെന്തെങ്കിലും ഒരു ഭാരം വെക്കണം. അവിടെ ഇരിക്കട്ടെ. 6 മണിക്കൂറായി. ഞാൻ ഇതിനകത്തുനിന്ന് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുവാണ്. ഇനി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അത് നല്ലതാണെങ്കിൽ മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഭയങ്കര മധുരം, അത് കാരണം അമ്മച്ചി ഇച്ചിരി ഉണ്ടാക്കാവുള്ള മക്കൾ പറഞ്ഞു. കൊച്ചു മക്കളൊക്കെ ആർക്കും ഒത്തിരി മധുരത്തോടൊക്കെ ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം ഇനി അതൊക്കെ ഈ മധുരം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു പണിയുണ്ട്. ഈ കോർക്ക് എടുത്തിട്ട് ഇതിൻ്റെ 4 വശത്തും ഇങ്ങനെ ഓരോ കുത്ത് കൊടുക്കണം. അത് കാണിച്ചു തരാം എങ്ങനെയാണ് കുത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, പിന്നെ ഇങ്ങനെ ഒന്ന്, അങ്ങനെ 4 വശത്തൂടെ ഇങ്ങനെ ഓരോ കുത്ത് കൊടുത്തിട്ട് ഇവരെ ഒന്ന് ഇതിലേക്ക് പഞ്ചസാര കയറാൻ വേണ്ടിയാണത്.
ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് ഇതൊന്ന് കൊടുത്ത് നമുക്ക് നോക്കാമേ നല്ലതാകുമല്ലോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഏതായാലും വെള്ളം തിളച്ചു. അതിനകത്തോട്ട് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് വേവിക്കാൻ പറ്റുക. അതൊന്ന് അതുപോലെ വേകട്ടെ. ഞാനിതൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഇത് വെന്തു. ഇനി ഞാനിത് ഈ തട്ടിനകത്തേക്ക് ഊറ്റാൻ പോവുക. വേഗത്തിന് വെന്തെടുത്തു. ഞാനിതിൻ്റെ വെള്ളം ഒന്ന് വാരട്ടെ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് ഞാനിങ്ങനെ ഒരു 200 ഗ്രാം പഞ്ചസാര ഇട്ടു. 100 ഗ്രാം വെള്ളവും ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇടുക്കി ഒന്ന് ഉരുകട്ടെ. അത് നല്ലതുപോലെ ഉരുകി നീര് ഞാനിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കണം. പൊടിയാത്ത വിധത്തിൽ ഇളക്കി കൊടുക്കണം. ഇച്ചിരി ജീരകം പൊടിച്ചതിനകത്തോട്ട് ചേർക്കുക. ഏലക്കയോ ജീരകമോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ജീരകമാണ് ചേർത്തത്. അതവിടെയൊക്കെ ഒരുമാതിരി ആകട്ടെ. ആ വെള്ളം നല്ലതുപോലെ പറ്റണം. ഏകദേശം ഒരു നൂല് ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കുമ്പോൾ ഒരു നൂല് പാകത്തിൽ വരുമ്പോൾ നമ്മളിത് ഓഫാക്കി വെക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ കുമ്പളങ്ങയ്ക്കകത്തെ വെള്ളം ഇനി ഇതിനകത്തോട്ട് വീഴാനുണ്ട്. അതിന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്നും കൂടി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട്. ഇച്ചിരി ജോലിയുണ്ട്. പക്ഷേ ഇതുവരെ ഇത് സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞ് മുഴുവൻ ഫുള്ളായിട്ട് ആക്കിയിട്ട് എങ്ങനെയാവുന്ന നോക്കാം. ഇത് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഇതുപോലെ വെച്ച് തീയെ വെച്ച് നമുക്ക് ഇതിൽ കുറേ കൂടെ വെള്ളം വറ്റിച്ച് നൂല് പരുവത്തിലാക്കണം. ആ പാനി ഇതിപ്പോൾ ജീരകം ഇട്ടത് കൊണ്ടിട്ടാണ് അതിനൊരു ചെറിയൊരു കളർ വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ നല്ല കൽക്കണ്ടം പോലെയാണ് തരുന്നത്. ആ ജീരകം ഇട്ട കാരണം ചെറിയൊരു കളർ വ്യത്യാസം. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് തണുക്കട്ടെ. നല്ല ചൂടാണ്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഒന്നും കൂടി ഇത് തിളപ്പിക്കാൻ. നല്ലോണം തണുത്തു. ഞാനൊന്നുകൂടി ഇത് അടുപ്പത്ത് വെച്ചു. ഇനി ഇത് പതുക്കെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ
അങ്ങനെ നമ്മുടെ ആയി വരുന്നു. ഒരു ശക്കലോടെ ആയാൽ മതി. പേട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കിയില്ലെങ്കിൽ കട്ടയായിപ്പോവും, അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു നൂലാകുമ്പോഴത്തേക്കും വാങ്ങണം. അങ്ങനെയെങ്കിൽ ഇത് പൊരിയെടുക്കാനൊന്നും കിട്ടുകയില്ല. ശരിക്കും കൽക്കണ്ടം പോലായി. ഏത് സാധനവും നമുക്കും കാഴ്ച കണ്ടിട്ട് നമുക്കും ഇത് പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ജീരകം ചേർത്തതാക്കൊണ്ട് ഇച്ചിരി ഒരു ശകലം നിറവ്യത്യാസമുണ്ട്, വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇത് ആയി. ഇനി ഞാനിത് വാങ്ങാൻ പോവുകയാണ്. വാങ്ങിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഇത് കോരി വെക്കാം. വലിയ ഒത്തിരിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഇത് കോരി നിരത്തി ആക്കട്ടെ. അതിൻ്റെ പഞ്ചസാര അതിനകത്തോട്ട് ചാടട്ടെ. ആ വെള്ള കളറായനെ ആ ജീരകം ഇച്ചിരി പൊടിച്ചത് അതിനകത്തോട്ട് ഇട്ടതാണ് പറ്റിയത്. അവിടെ ഇരുന്നത് നല്ലതുപോലെ തണുക്കട്ടെ. കേട്ടോ, അങ്ങനെ നമ്മുടെ പേട സൂപ്പറായി കേട്ടോ. പേടയെ സൂപ്പർ പേടയായി. ഇത് കണ്ടോ, ഓരോന്നും എടുത്താൽ നല്ല കല്ല് പോലെ എന്ന് പറഞ്ഞാൽ കൽക്കണ്ടം പോലെയാണ് ഇരിക്കുന്നത്. ഇച്ചിരി ഇത് കൂട്ടുകൂടി തുള്ളിതാണ്. ഞാൻ ഇച്ചിരി ജീരകം പൊടിച്ചതിരുന്നു, അതങ്ങ് തുള്ളി. അതുകൊണ്ടിട്ടാണിത് നമുക്ക് ഈ നിറം വന്നത്. അല്ലെങ്കിൽ പളുങ്ക് പോലെ ഇരുന്നേനെ. അപ്പോൾ പേട ആർക്കെങ്കിലും വേണോ വന്നോളൂ കേട്ടോ. പേട തരാം ഞാൻ. ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയും. അതെനിക്ക് പേടിയായി ഞാൻ. അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? എളുപ്പമെന്നാകും. ആദ്യം ഒരു 5-6 മണിക്കൂർ നേരം തലേദിവസം കിടക്കാൻ നേരത്ത് അരിഞ്ഞ് വെച്ച് ചുണ്ണാമ്പുമൊക്കെ ഇട്ട് കലക്കി ആ വെള്ളത്തിലോട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് കഴുകി പെറുക്കി വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ നല്ല രസമാണ്. കുമ്പളങ്ങയല്ല ഇത്, കുറച്ച് നാൾ പാത്രത്തിലിട്ട് അടച്ചും വെച്ചാൽ അതവിടെ ഇരുന്നോളും താനും. ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. തിന്നാൻ പറ്റുന്നവർക്കൊക്കെ. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാരണം ഇത് പഞ്ചസാര ലായനിക്കകത്ത് കിടന്നിട്ടുള്ള സംഭവമാണിത്. ഉണ്ടോ, അതൊന്ന് അളിഞ്ഞിട്ടോ ഒന്നും അല്ല ഇരിക്കുന്നതാ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇത്രയും ഉണങ്ങി കിട്ടുമെന്നൊന്നുമില്ല. വെറും നല്ല ചോക്ലേറ്റ് മുട്ടായി പോലെ തന്നെ ഇതിങ്ങനെ ഇരിക്കുക. കണ്ടോ, ശകലം പോലും വെള്ളമോ ഒന്നും ഇനിയില്ല. എല്ലാം നല്ലതുപോലെ ഉണങ്ങി. ഇതിങ്ങനെ ഇതിനകത്തോട്ട് വെച്ചാൽ അതിൻ്റെ വെള്ളമെല്ലാം പാർന്ന് നല്ലതുപോലെ ഉണങ്ങിയൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഇപ്പം വടക്കേ ഇന്ത്യക്കാരുടെ കുമ്പളങ്ങ ഫ്രൈ നമുക്കും പരിചയമായി. എല്ലാവരും ചെയ്യണം കേട്ടോ. എന്നുവെച്ചിട്ട് ഇത് ചെയ്ത് തിന്നുവെച്ചിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ്സ് ചെയ്യണേ, നല്ലതാണോ ചള്ളാണോ എന്ന്. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ, ബൈ ബൈ. മനസ്സിലായി? ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഴുവനും നല്ലതായിട്ട് കണ്ടിട്ട് വേണം ചെയ്യാൻ. കാരണം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പേട കിട്ടും. നമ്മുടെ മക്കൾക്കൊക്കെ ഇത് അവർക്ക് ആർക്കും ഇത് ഈ പേട ഇഷ്ടപ്പെടാതിരിക്കുകയല്ല. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ എന്തോ ഒരു പച്ചച്ചോവയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പച്ചച്ചോവയില്ല. നല്ല അലിഞ്ഞ് കടിക്കുമ്പോൾ നല്ല ഒരു അലിച്ചിലാണ് ഇതിന്. ഞാൻ ഒരു പീസ് കഴിച്ചു, ഒന്നിൽ കൂടുതലൊന്നും ഞാൻ കഴിച്ചില്ല. എന്നെ മനുഷ്യൻ തെറി പറയുക, വഴക്ക് പറയുക. ഇനി ഞാൻ എങ്ങോട്ടാണ് ചുവന്നുകൊണ്ട് പോകണ്ടതെന്ന് ചോദിച്ചോണ്ടേ എനിക്ക് പിന്നെ ഷുഗർ കൂടും ഇതൊക്കെ തിന്നാലേ. അതുകൊണ്ട് എനിക്ക് അതിനെ പേടിയാണ്, വഴക്ക് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പീസ് തിന്നു, പിന്നെ തിന്നില്ല. എന്നും ഈ ആശുപത്രിയിൽ ഇറങ്ങാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ബൈ ബൈ.